സർ മാസീവായിട്ടൊരു മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീടുകളൊക്കെ ഒരുപാട് ഒഴിയാണ്. അപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ വിലയെ അത് ബാധിക്കുന്നുണ്ടോ? ഓക്കെ ആക്ച്വലി ഈ മാസീവായിട്ടുള്ള മൈഗ്രേഷൻ എന്ന് പറയുന്ന അത്രയില്ല. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് മൈഗ്രേഷൻ ഉണ്ട്. ഈവൻ ബില്യണേഴ്സ് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് പോകുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് പോലെ അത് വീട് ഒഴിയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം, ചില ജില്ലകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഒരു പരിധി വരെ എറണാകുളം വരെ, ഇത്രയും സ്ഥലത്തു നിന്നാണ് ഈ കൂടുതലും മൈഗ്രേഷൻ വരുന്നത്. അത് കഴിഞ്ഞുള്ള വടക്കോട്ടുള്ള ജില്ലകളിൽ വളരെ ചുരുങ്ങിയ തോതിലുള്ള മൈഗ്രേഷനേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഈ ആൾക്കാർ പോകുന്നത് അപ്പോൾ കാരണം അവർക്കിവിടെ അവസരങ്ങളില്ലാത്തത് കൊണ്ട് ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ഇവിടെ നാട് സോഷ്യൽ സപ്പോർട്ടില്ല. അതുകൊണ്ട് അവർ പോകുന്നവരിലും പോയി രക്ഷപ്പെടട്ടെ. പക്ഷേ ഇവിടുത്തെ കഴിഞ്ഞ് വളരെ കൂടുതലാണ് മഹാരാഷ്ട്രയിൽ ആൾക്കാർ പോകുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് നല്ലപോലെ പോകുന്നുണ്ട്, ആന്ധ്രയിൽ നിന്ന് പോകുന്നുണ്ട്, എല്ലാ സ്ഥലത്തുനിന്നും പോകുന്നുണ്ട്. അപ്പോൾ ഇവർ പോയി പലതും പഠിച്ചിട്ട് ചിലപ്പോൾ ഒത്തിരി പേര് തിരിച്ചും വരും. പോകുന്ന പോലെ തന്നെ ഇപ്പം നിങ്ങളെന്താ ചെയ്തേ? UK പോയി കുറേ കാലത്തിന് ശേഷം തിരിച്ചു വന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പോയേക്കുന്ന ആൾക്കാരെല്ലാം തിരിച്ചു അവിടെ തന്നെ നിൽക്കുമെന്ന്? ഈ ഒരു നിലവാരത്തിലാണ് അവിടെ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ തിരിച്ചു വരും. എത്ര ശതമാനം ആൾക്കാർ തിരിച്ചു വരുമോ? ഒരു 50% ആൾക്കാരും. ഇപ്പൊ UK-യിലുള്ളതിൽ മലയാളികൾ സെറ്റിൽഡ് ആയിട്ടുള്ളവരല്ല, പണ്ട് മുതലേ പോയി സെറ്റിൽഡ് ആയിട്ടുള്ളവരല്ല ഞാൻ പറയുന്നത്. പഠിക്കാൻ വേണ്ടി പോയവർ. ഇപ്പൊ ഒരു ഈ പറഞ്ഞ പോലെ മാസീവ് ആയിട്ടുള്ള മൈഗ്രൻസ്, അവരിൽ 50% ആൾക്കാർ ഉറപ്പായിട്ടും തിരിച്ചു വരും. 50? അതെന്തുകൊണ്ട് 50% പേര് വരുന്നേ? സർ, അവിടെ ഈ യൂറോപ്പിൽ പെട്ടെന്ന് അങ്ങോട്ട് ഓപ്പൺ ആക്കി കൊടുത്തു. ബ്രെക്സിറ്റ് പോലുള്ള കാര്യങ്ങൾ വന്ന് പെട്ടെന്ന് ഓപ്പൺ ആക്കി കൊടുത്തു. പെട്ടെന്ന് കുറേ ലേബർ ഷോർട്ടേജ് വന്നു. ഇപ്പോൾ അത് തിരിച്ചായിരിക്കുകയാണ്. അവിടെ ജോലി കൊടുക്കാനില്ലാത്തൊരവസ്ഥ വന്നിരിക്കും. എല്ലാവർക്കും ജോലി തുല്യമായി കൊടുക്കാൻ ഉള്ള ഒരു അവസരം ഇല്ലാതെ വന്നിരിക്കുകയാണ്. ലേബർ ഷോർട്ടേജ് ഉണ്ടായിരുന്ന രാജ്യങ്ങളിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജോലിയില്ല കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ അൺഎംപ്ലോയ്മെന്റ് കൂടി, തൊഴിലില്ലായ്മയുടെ നിരക്ക് കൂടി. വളരെ താഴ്ന്ന ലെവലിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരുന്ന രാജ്യങ്ങളിൽ പോലും ഇപ്പോൾ കുടിയേറ്റം കാരണം അത് ഭയങ്കര തോതിൽ ഉയർന്നു. സോ അവർ ചെയ്യുന്നത് നേരത്തെ സൗദിയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തതുപോലെ ഇപ്പോൾ ആ രാജ്യത്തെ ആൾക്കാർക്ക് ജോലി കൊടുക്കുക എന്നുള്ള പ്രിഫറൻസ് എല്ലാ മേഖലകളിലും വന്നു തുടങ്ങി. ഇത് ശരിക്കും നമ്മളെ ബാധിക്കും, മൈഗ്രൻസിനെ ഇത് ബാധിക്കും. പണ്ട് മുതലേ പോയി സെറ്റിൽ ആയിട്ടുള്ളവരെ ഇത് ബാധിക്കാൻ പോകുന്നില്ല, പക്ഷെ ഇപ്പൊ പോയവരെല്ലാം ഇത് ബാധിക്കും. സെറ്റിൽ ചെയ്യാൻ നോക്കുന്നവർ, ഹൈലി സ്കിൽഡ് ആൾക്കാർക്ക് പ്രശ്നമില്ല, അങ്ങനെ പറയാം. പൊതുവെ തൊഴിലവസരങ്ങൾ കുറയുന്നത് കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈവൻ അതർവൈസ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കേരളത്തിൽ സംഭവിക്കുന്ന ഒരു നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ജില്ലകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേര് പുറത്തോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ മഹാരാഷ്ട്രയായിട്ട് കമ്പയർ ചെയ്യണം അത്ര നേരം പോകുന്നില്ല. പഞ്ചാബിൽ നിന്ന് ഒരുപാട് പേര് പോകുന്നു, ഗുജറാത്തിൽ നിന്ന് അത്രയും പേര് പോകുന്നില്ല, ബീഹാറികൾ ഒത്തിരി പോകുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ നിന്നൊരു മാസീവായിട്ടുള്ള മൈഗ്രേഷൻ ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ അവർ പോയിട്ട് കുറച്ച് പേര് തിരിച്ചു വരും. ബട്ട് കേരളത്തിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ളത് എന്താണെന്ന് അറിയിച്ചാൽ വീടുകൾ ഒഴിഞ്ഞ് കിടന്നോട്ടെ. കേരളത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കേരളത്തിൽ നമുക്കൊരു പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി നടത്താൻ പറ്റില്ല, ഭൂമിയുടെ വില അങ്ങ് ഭയങ്കര കൂടിപ്പോയി. സർവീസ് ഇൻഡസ്ട്രി എല്ലാം കേരളത്തിൽ ഓക്കെയാണ്, ടൂറിസം എല്ലാം. അതിനകത്ത് നമ്പർ 1 എന്ന് പറയുന്നത് എപ്പോഴും ടൂറിസമാണ്. ഇപ്പോൾ ടൂറിസം എന്ന് പറഞ്ഞാൽ എന്താ ടൂറിസം? ഞാനിപ്പോൾ പറയാം, ഇപ്പോൾ ഈ മൊമെൻറ്റ് നമ്മളിപ്പം എന്താണ് ജൂലൈ എൻഡിങ് ഇവിടെ ഇപ്പം, പക്ഷേ എന്താ ചൂട്. പക്ഷേ ഇവിടെ വലിയ ചൂടില്ല. ഗൾഫിലൊക്കെ നമ്മുടെ കക്ഷികൾ വിളിച്ച് പറയുന്നത് ദേഹമൊക്കെ അങ്ങോട്ട് പുകയുക ചൂട് കാരണം. ഈ GCC മുഴുവൻ ഇതാണ്, ഒരുപാട് സ്ഥലത്ത്. അപ്പം ഈ എല്ലാ കാലത്തും 12 മാസവും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും ഒരു പ്രശ്നമില്ലാതെ വന്ന് താമസിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേരളം. പർട്ടിക്കുലർലി കേരളത്തിൽ ചില സ്ഥലം, വയനാട്, മൂന്നാർ, ഇടുക്കി, കുറേ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. അവിടെ എപ്പോഴും തണുപ്പുമാണ്. ഓക്കെ. ഇതുകൂടാതെ നമ്മളെ സിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചൂടുള്ള സമയത്ത് ഇഷ്ടംപോലെ നമുക്ക് നല്ല തണുപ്പുള്ള സമയം, ഇവിടെ വെള്ളമൊക്കെ ഉള്ള സമയം. അപ്പോൾ ഈ വീടുകളെ
നമുക്കിവിടെ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൽ ഹോട്ടൽസിൻ്റെ കുറവുണ്ട്, നല്ല കുറവുണ്ട്. അപ്പം നല്ല ഹോട്ടൽസ് ഇല്ല. അപ്പം മറ്റൊരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർക്കറിയാം ഇവിടെ ഹോട്ടൽസ് ഇല്ല. പക്ഷേ ഒരു 10,000 വീടുകൾ ഒഴിയുവാണെങ്കിൽ ആ 10,000 വീടുകളെ നമ്മൾ മിനുക്കി എടുത്തു കഴിഞ്ഞാൽ Airbnb ഇട്ടാൽ മതി. ഒരു ദിവസം 5,000 രൂപ ഒരു വീടിന് കിട്ടിയാലും മാസം 1.5 ലക്ഷം രൂപ ആയോ? അപ്പം തന്നെയല്ല, അവർ വരുമ്പോഴത്തേക്ക് അവർക്ക് എന്തെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ വേണം. വാഹനം വേണം, പിന്നെ സെർവൻറ്റ് വേണം, ഹെൽപ്പ് വേണം, ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണം. അപ്പോൾ ഒരു വീട് ഇവിടെ ആണെങ്കിൽ അടുത്ത വീട് ചിലപ്പോൾ 1 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും. പക്ഷേ ഇവർക്കൊക്കെ ഇതിന് വേണ്ടിയിട്ട് വരുന്ന പിന്നെ ഹൗസ് കീപ്പിങ്ങിനൊക്കെ വരുമ്പോൾ സ്കൂട്ടറിലോ കാറിലോ വന്നേ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളടത്ത് ചെയ്യുന്നതല്ല പറ്റുള്ളൂ. പക്ഷേ കൂടുതൽ വാങ്ങിക്കാം. ഇതിനകം വേണമെങ്കിൽ ചെടികളൊക്കെ വെച്ച് ഫലവൃക്ഷങ്ങളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കാം. കേരളത്തിന് ശരിക്കും പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി, ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി കേരളത്തിന് ഒരു 5% ടൂറിസം പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. 5% പോലും ഉപയോഗിക്കുന്നില്ല. വീടുകൾ ഒഴിഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ ഇത്ര അവസരങ്ങൾ കുറയുവാണെങ്കിൽ ഒന്ന് കൊട്ടുന്നേ പുറത്ത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇന്ത്യക്ക് പുറത്ത് പോയില്ലായിരുന്നു ഞാൻ രക്ഷപ്പെടില്ല. ഞാൻ ആദ്യമായിട്ട് പുറത്ത് പോയത് പിന്നെ 23 വർഷങ്ങൾക്ക് മുമ്പാണ്. ജപ്പാനിലേക്ക് ആദ്യം പോകുന്നത്, ഫസ്റ്റ് ടൈം പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ അത് വെച്ചിട്ട് നമുക്കിവിടെ ഒരുപാട് ക്വാളിറ്റിയും മാറ്റങ്ങളും എല്ലാം നമുക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയും. കേരളം മോശം സ്ഥലമൊന്നുമല്ല. ഇൻഡസ്ട്രിക്ക് ഈ പറഞ്ഞതുപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ അവസ്ഥ തന്നെയാണോ UK അവസ്ഥ തന്നെയാണോ കാനഡയിൽ നിന്ന് ആൾക്കാർ പോരുന്നല്ലേ? കാനഡയിൽ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പല ഫ്രണ്ട്സും പറയാറുണ്ട്. കാരണം തണുപ്പ് സഹിക്കാവുന്നതിനും അപ്പുറത്താണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിതമില്ല പുറത്ത്. എപ്പോഴും ഈ 7-8 കോട്ടിട്ടുകൊണ്ട് നടക്കുന്നത് പോസിബിൾ അല്ല. സോ അവർക്ക് ലൈഫ് എൻജോയ് ചെയ്യാനോ അങ്ങനത്തെ ഒരു അവസരം കുറയുന്നു. സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഉള്ളൊരു ഇൻഫർമേഷനാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഒരുപാട് അങ്ങ് കൂടുവാണല്ലോ? സർ, ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിറ്റിക്ക് ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല. നല്ല യൂണിവേഴ്സിറ്റീസും നല്ല അധ്യാപകരും ഒക്കെ ഉള്ള ഒരു എൻറിച്ച്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് നമുക്കുള്ളത്. നമ്മുടെ പ്രശ്നം നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ അതിനനുസരിച്ചൊരു വേതനം കിട്ടാത്തൊരവസ്ഥയാണ് മെയിനായിട്ടും ആൾക്കാരെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കുന്നത്. അത് സാറിന് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ശരി, എനിക്ക് അതിനോട് ചെറിയൊരു വ്യത്യാസമുള്ളതെന്നറിയോ? നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ നടത്തി നമ്മൾ ആൾക്കാരെ എടുക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു പർട്ടിക്കുലർ ജോലിക്ക് അവരെ ഉപയോഗിക്കണമെങ്കിൽ 1 വർഷമെങ്കിലും നമ്മുടെ കൂടെ നിന്ന് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാലേ പറ്റുള്ളൂ. പക്ഷേ ഇവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ നഷ്ടപ്പെട്ടിട്ട് അടുത്ത വർഷം ഇവർ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നമുക്കറിയത്തില്ല. ഇന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ന് തന്നെ അവരെ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല. സ്കിൽ ഗ്യാപ്പ്. പക്ഷേ സാർ, ടെക്നോ പാർക്കിലൊക്കെ നല്ല ഓഫേഴ്സ്, നല്ല പാക്കേജാണ് കിട്ടുന്നത്. ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും വർഷങ്ങളായി ജോലി ചെയ്യുന്നവരും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അല്ല, ഞാൻ പറയാം, അവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ അപ്പോൾ അവിടെ നല്ല ജോലിയുണ്ട്, പക്ഷേ ആളെ തികയുന്നില്ല. ഇന്നൊരു 20 പേരെ പുതിയതായിട്ട് ബിടെക്കുകാരെ എടുത്തു. ആ ബിടെക്കുകാരെ എടുത്തു കഴിഞ്ഞാൽ ഈ മാസം അവരെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ പറ്റത്തില്ല, അടുത്ത മാസം പറ്റത്തില്ല, അതിൻ്റെ പിന്നത്തെ മാസവും പറ്റത്തില്ല. അവർ ജോബ് റെഡി അല്ല. ഒരു 6 മാസമെങ്കിലും നമ്മൾ അവരെ കൂടെ നിർത്തി ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ നമുക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ പറ്റും. ഞാൻ നേരിടുന്ന പ്രശ്നം, നമ്മൾ എംപ്ലോയീസിനെ എടുക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം ഇതാണ്. ട്രെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും പകുതി ആൾക്കാർ ചിലപ്പോൾ ചാടിപ്പോകും. വൺസ് ദേ ഗെറ്റ് ഇൻടു ദ ട്രാക്ക് അവർ സ്വന്തം വേറെ പോകും. നമുക്ക് കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്ത് കിട്ടുന്ന ആൾക്കാർ, ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ ഉടനെ തന്നെ നേരെ എടുത്തു വെച്ച് അവരെ നമുക്ക് ജോലിക്ക് കൊടുത്ത് അവരെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നില്ല. അതൊരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അതൊരു ബോണ്ട് വെച്ചാൽ തീരുന്ന അങ്ങനെയല്ല. നമുക്ക് ഈ സിവിൽ എംപ്ലോയ്മെൻറ്റിൻ്റെ ബോണ്ടുകളൊന്നും നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ആൾക്കാരെല്ലാം അങ്ങനെ ധരിച്ചേക്കുന്നത്. നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബോണ്ട് വെച്ചിട്ടുണ്ട്, ബോണ്ട് കോമ്പൻസേഷൻ കൊടുക്കണം. ഡിഫൻസ് ഓഫ് ഇന്ത്യയിൽ വെച്ചിരിക്കുന്ന ബോണ്ട് മാത്രമേ. അപ്പോൾ ആ ലോ ഇല്ല അങ്ങനെ
ഇൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. കേസ് കൊടുത്താൽ ആളെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നേ അങ്ങനെ നഷ്ടപരിഹാരം ഒന്നും കൊടുക്കാനായിട്ട് പറ്റത്തില്ല. കമ്പനിയെ കൂടെ നടക്കുന്ന കാര്യമില്ല, എഴുതി വെക്കാമെന്നുള്ളതുകൊണ്ട് ജെൻറ്റിൽമെൻ ഞാനിങ്ങനെ ബോണ്ട് വെച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും. അതല്ലാതെ നമുക്ക് എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. അത് പ്രോബ്ലം ശക്തമായിട്ടുണ്ട്. ഓസ്ട്രേലിയയിലേക്ക് പോകുന്നവരെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പോൾ ഓസ്ട്രേലിയ കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. കാനഡയും UK ഒക്കെ വിട്ടിട്ട് ഓസ്ട്രേലിയയും ജർമ്മനുമാണ് ഇപ്പോൾ പുതിയ ട്രെൻഡ്. നമുക്കിപ്പം ഓസ്ട്രേലിയ നമ്മുടെ രാജ്യത്തോട് ഭയങ്കര എതിർപ്പുള്ളൊരു രാജ്യമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതെ, ഭയങ്കരമായിട്ട് ചൈന ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ചൈന ഇന്ത്യ തമ്മിലുള്ള വ്യത്യാസം പോലെ ചൈനയെ കഴിഞ്ഞും കൂടുതൽ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് കനേഡിയൻ ഗവൺമെൻറ്റും നമ്മളുമായിട്ട് വളരെ അകലത്തിലാണ്. പ്രധാനമായിട്ട് അവർ ഖാലിസ്ഥാനെ പിന്തുണയ്ക്കുന്നു. ആ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഗവൺമെൻറ് അടുത്തൊരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായല്ലോ, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ അതൊരു വലിയ പ്രോബ്ലമാണ്. അതുകൊണ്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കാനഡയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. ഓസ്ട്രേലിയക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഓസ്ട്രേലിയ ഇപ്പം ഒരുപാട് പാക്കേജസോടുകൂടി ഓഫർ ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം പോപ്പുലേഷൻ ഡിക്ലൈന്. ഇപ്പം ജപ്പാനിൽ ലക്ഷക്കണക്കിന് വീടുകളാണ് ഒഴിഞ്ഞു കിടക്കുകയാണ് ആരും ഇല്ലാതെ. അപ്പോൾ അതുകൊണ്ട് ചെന്നാൽ ജപ്പാനിലേക്ക് മൈഗ്രേഷന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ജപ്പാനീസ് ഭാഷ പഠിച്ചു വേണമെങ്കിൽ നമുക്ക് ജപ്പാനിൽ വേണേൽ പോകാം. ഈ ഒരു അവസരമായി മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജോലി എന്ന് പറഞ്ഞ് പോകുന്നതിന് പകരം നമ്മൾ ട്രേഡും ബിസിനസ്സുമായിട്ട് ലോകം മുഴുവനും കറങ്ങും. വേൾഡ് വൈഡ്. അല്ല സാർ, അപ്പോൾ ഇപ്പോൾ ഈ നിലനിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി വാല്യൂ ഉണ്ടല്ലോ, അതൊരിക്കലും ഡിക്ലൈൻ ചെയ്യില്ല എന്നാണോ സാർ പറയുന്നത്? അല്ല, ഇവ ഈ ഒത്തിരി പേര് പോകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ജില്ലകളിൽ കുറച്ച് പ്രോപ്പർട്ടി വാല്യൂ കുറയും. ഇപ്പോൾ കോട്ടയത്തൊക്കെ ഒരുപാട് ഏക്കേഴ്സ് ഓഫ് ലാൻഡ് വെറുതെ കിടക്കുകയാണ്. ഇപ്പോൾ വീടുകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. മോസ്റ്റ്ലി അവർ ഒരു അഡൽട്ട് കെയർ, ഒരു ഓൾഡ് ഏജ് ഹോം പോലെ മാത്രം യൂസ് ചെയ്യുന്ന പല വീടുകളും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആർക്കും വേണ്ട, റബ്ബർ തോട്ടങ്ങൾ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്, ആർക്കും വേണ്ട, നോക്കാൻ സമയമില്ല, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവിടെ ഒന്നും വലിയ വിലയുള്ളതായിട്ട് വിലയുണ്ട്. ഞാൻ പറഞ്ഞ അവിടെയൊക്കെ വില കൂടുന്ന കാര്യം നമ്മൾ അവിടെയൊക്കെ കുറച്ച് 10-20 ഏക്കർ സ്ഥലം എടുത്തിട്ട് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവന്ന് അവിടെ എല്ലാം നല്ല കെട്ടിടങ്ങളും നല്ല സൗകര്യങ്ങളും പൂത്തോട്ടങ്ങളും ജീവിക്കാൻ പറ്റിയ സൗകര്യങ്ങളും അവിടെ ഓരോരുത്തർക്ക് പറ്റിയ കോട്ടേജോ ഫ്ലാറ്റൊക്കെ ആയി കഴിയുമ്പോൾ സംഭവത്തിന് വില ഒത്തിരി മാറും. അങ്ങനെ വരുന്ന ടൗൺഷിപ്പുകളിനകത്ത് വില കുറയത്തില്ല. ഒറ്റപ്പെട്ട വീടുകൾ കിടക്കുന്നിടത്ത് വില കുറയും. ഓക്കെ, നമ്മൾ വലിയ ടൗൺഷിപ്സ് ഉണ്ടാക്കുവാണെങ്കിൽ ടൗൺഷിപ്പിൽ വില കുറയത്തില്ല. കാരണം ജനവരിയിൽ താമസിക്കണമല്ലോ. അപ്പോൾ ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെല്ലാ സഹായത്തിനും ബംഗാളികളെയൊക്കെ അല്ലേ ആശ്രയിക്കുന്നത്. ഈ ഒറ്റപ്പെട്ട വീടുകളിൽ ഇപ്പോൾ ഇവരുടെ പോപ്പുലേഷൻ പയ്യെ കൂടി വരിക. നാളെ ഇനി ഇപ്പോൾ ഈ കഴിഞ്ഞ ഇതിലൊക്കെ അവർക്ക് ഇലക്ഷൻ കാർഡുമൊക്കെ കിട്ടിയിട്ടുള്ളവരുണ്ട്. ഇനി ഇങ്ങനെ കൂടുവാണെങ്കിൽ അവരുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടുവാണെങ്കിൽ അവരുടെ മന്ത്രി നമ്മുടെ കേരള നിയമസഭയിൽ അവർ നിൽക്കാനും മന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കൊച്ചു പാർട്ടിയെ പല പാർട്ടിയെ കമ്പയർ ചെയ്യുമ്പോൾ അതിനെ കഴിഞ്ഞും കൂടുതൽ ആൾക്കാർ അവരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ MLA അവരുടെ മന്ത്രിയും വരാം. ഓക്കെ, വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ക്രിമിനൽസും ഒത്തിരിയുണ്ട്. അപ്പോൾ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീട്ടുകളിൽ പിന്നെ വീട്ടിൽ പല ആൾക്കാരും പുറത്തുമൊക്കെ ആണെങ്കിൽ അതിലേക്കാണ് അറ്റാക്ക് വരാൻ ചാൻസ്. മോഷണവും മറ്റു പലതിലുമായിട്ട് അത് ഒരുപാടെണ്ണം കൂടി വരാം. അപ്പോൾ ആ സമയത്ത് ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിരിക്കും കുറച്ചുകൂടെ ഫ്യൂച്ചറിൽ. ഇപ്പോൾ ഈ കേരളം മുഴുവനും ഇപ്പോൾ ഉള്ള റോഡ് സൈഡിലുള്ള കടയെന്നുള്ളത് മാറിയിട്ട് മുഴുവൻ ഷോപ്പ് മാൾ കോൺസെപ്റ്റ് ആയിരിക്കും. റോഡ് വൈഡൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് അവിടെ എല്ലാം റെയിൽ കൊടുക്കും. അപ്പോൾ റോഡ് സൈഡിലുള്ള കടയിലൊന്നും നമുക്ക് പോകാൻ പറ്റാതായിപ്പോൾ റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ നമുക്ക് സർവീസ് റോഡുള്ള അതിൻ്റെ സൈഡിൽ നമുക്ക് ഷോപ്പിംഗ് മോളുകളായിരിക്കും ഇനിയും വരുന്നത്. ഇപ്പോൾ ഉള്ളതൊന്നുമല്ല, വലിയ മോളുകളായിരിക്കും വരുന്നത്. മറ്റ് വിദേശത്തെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം അത് തന്നെയാണ്, മോളുകളായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ ഈ പറഞ്ഞ അവിടെ ഇവിടെ എല്ലാം ജീവിക്കുന്നതിന് പകരം പതിയെ നമ്മൾ ടൗൺഷിപ്പുകളിലേക്ക്, കാരണം അവിടെ എല്ലാ ഫെസിലിറ്റിയും കാണും. അപ്പോൾ ഒറ്റപ്പെട്ട വീടുകളിൽ താമസിക്കുന്നതിന് പകരം അതിലേക്ക്. അപ്പോൾ ഈ
അങ്ങനെ വരുമ്പോൾ ഒറ്റപ്പെട്ട വീടുകളുടെ വില ഒത്തിരി കുറയും. അപ്പോൾ ഗേറ്റഡ് കമ്മ്യൂണിറ്റി സെക്യൂരിറ്റി ഫെസിലിറ്റി ഉള്ളിടത്ത് വില കൂടുകയും ചെയ്യും. തന്നെയല്ല അതിനകത്ത് വീട് ഒഴിഞ്ഞു കിടന്നാലും ഡെയിലി റെൻറ്റിനൊക്കെ കൊടുക്കാം, വരാനും പോകാനും സൗകര്യത്തിനൊക്കെ വളരെ എളുപ്പമുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് കുറച്ച് വീടൊക്കെ വേണേലും എടുത്ത് ഭംഗിയാക്കി ഡെയിലി റെൻറ്റിന് നമുക്ക് വേണമെങ്കിൽ. അല്ല, പൊതുവെ അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പോൾ എല്ലാവരും ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നു, പ്രോപ്പർട്ടിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നു. അതൊരു അല്ലേ, അടുത്തിടയ്ക്ക് ഇതാണ് കണ്ടുവരുന്നത്. ദുബൈയിലെ പക്ഷേ ആ ഒരു വലിയ മഴയോടുകൂടി ഒരുപാട് പേര് മടിച്ചു. ഓക്കെ, ഇതുപോലെ ഫ്യൂച്ചറിലും ഉണ്ടായാലോ എന്നുള്ളൊരു സംഭവം. ഇവിടെ ഉള്ള പ്രോപ്പർട്ടീസൊക്കെ വിറ്റിട്ട് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു രീതി ഇപ്പം കൂടിക്കൂടി വരുന്നു. ഉള്ള പ്രോപ്പർട്ടീസൊക്കെ ഇവിടെ കിട്ടുന്ന വിലക്കൊക്കെ കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. ഒരു ഫ്ലാറ്റ് അങ്ങനെ ചെയ്യുന്നുണ്ടോ? അതെ, ഉണ്ട്. ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. അല്ല, ഒറ്റപ്പെട്ട വീടുകൾക്കായിരിക്കും വില കുറയാനായിട്ട് സാധ്യത. നമ്മൾ ടൗൺഷിപ്പുകളായിട്ട് വരുവാണെങ്കിൽ അതിന് കുറച്ചുകൂടെ വില കൂടാനുമായിട്ടാണ് ചാൻസ്. വടക്കോട്ട് ഇത് കാര്യമായിട്ട് ബാധിക്കാനുള്ള ചാൻസും ഇല്ല. അങ്ങനെ ഒരു പ്രത്യേകത. എന്തായാലും വരട്ടെ, നമുക്ക് നോക്കാം.